നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകൻ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. CJ റോയിയുടെ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ന്യൂസ് ഫസ്റ്റ് പ്രൈം എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. കൂടാതെ 9 പേജുള്ള കുറിപ്പാണ് CJ റോയ് എഴുതിയതെന്നും കന്നഡ വാർത്താ ചാനലായ സുവർണ ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു. IT റെയ്ഡ്, മാനസിക സമ്മർദ്ദം, ബിസിനസ്സിലെ പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് ആത്മഹത്യക്കുറിപ്പിൽ പരാമർശമുണ്ടെന്നാണ് വിവരം. പ്രത്യേക അന്വേഷണ സംഘം ഈ കുറിപ്പ് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. താൻ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുക്കുന്നതിൽ കുടുംബാംഗങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ആത്മഹത്യക്കുറിപ്പ് ആരംഭിക്കുന്നത്. തൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ നിർദ്ദേശവും കുറിപ്പിലുണ്ട്. തൻ്റെ മരണശേഷം ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആർക്കൊക്കെയാണ് ചുമതലകളെന്നും റോയ് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സ്ഥാപനത്തിൽ വർഷങ്ങളായി വിശ്വസ്തരായി കൂടെ നിൽക്കുന്നവരെ മാറ്റി നിർത്തരുതെന്നും അവർക്ക് അർഹമായ പരിഗണന നൽകണമെന്നും അദ്ദേഹം ഈ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. റോയ്ക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള പണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങളും കുറിപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ മരണശേഷം ബിസിനസ് ആര് കൈകാര്യം ചെയ്യണം, ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ വിഭജിക്കണം എന്നതിനെക്കുറിച്ചും നിർദ്ദേശമുണ്ട്. ബിസിനസ് പിന്തുടർച്ചക്കാരുടെ പേരും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കുറിപ്പിലെ ഉള്ളടക്കം SIT പരിശോധിച്ചു വരികയാണ്. കൂടാതെ റോയിയുടെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്ന സാമ്പത്തിക ബിസിനസ് സംബന്ധമായ പരാമർശങ്ങൾ പരിശോധിക്കാൻ ഈ വിവരം സഹായിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. തൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഭാര്യയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടെന്ന് റോയ് കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. മുൻപ് ഒരു യൂട്യൂബ് അഭിമുഖത്തിലും തൻ്റെ ബിസിനസ് രഹസ്യങ്ങളും ഇടപാടുകളും ഭാര്യയ്ക്ക് അറിയാമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്കാരം പൂർത്തിയായതിനാൽ തന്നെ SIT ഉദ്യോഗസ്ഥർ റോയിയുടെ ഭാര്യയോട് കൂടുതൽ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോയിയുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്ന ബ്ലേസർ, സൺഗ്ലാസ്, ബ്രാൻഡഡ് ഷൂ എന്നിവ ധരിപ്പിച്ചാണ് ഞായറാഴ്ച അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. കൽക്കരി സെന്റ് ജോസഫ് പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് മൃതദേഹം റിസോർട്ടിൽ എത്തിച്ചത്. റോയിയുടെ അമ്മയും ഭാര്യയും മക്കളും അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ നിറകണ്ണുകളോടെയാണ് റോയ്ക്ക് അന്ത്യയാത്ര നൽകിയത്. റോയ് സ്വയം വെടിയുതിർത്ത് മരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിന് മുന്നിലും മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര അല്പനേരം നിർത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളുടെയും കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ആദായനികുതി പരിശോധനയ്ക്ക് ശേഷം റോയിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ എന്നും കുടുംബത്തോട് എന്തെങ്കിലും വെളിപ്പെടുത്തിയിരുന്നോ എന്നും പോലീസ് പരിശോധിക്കും. ഗ്രൂപ്പിന്റെ ആസ്ഥാനത്ത് വെച്ച് തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമായെങ്കിലും ബിസിനസ് രംഗത്ത് തിളങ്ങി നിന്ന ഒരു വ്യക്തി ഇത്ര പെട്ടെന്ന് ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന ചോദ്യം ബാക്കിയാണ്. കമ്പനിയിലെ ഉന്നതരുടെ മൊഴിയെടുക്കുന്നതോടെ ഈ ദുരൂഹതകളിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മകൻ രോഹിത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എൻ്റെ അച്ഛൻ വലിയൊരു മനുഷ്യനായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ട്. അച്ഛൻ്റെ മരണമുണ്ടാക്കിയ നഷ്ടം വിവരിക്കാൻ കഴിയില്ല. ആദായനികുതി വകുപ്പിൽ നിന്നുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് അച്ഛൻ തങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്താനിരുന്ന വാർത്താ സമ്മേളനം ചൊവ്വാഴ്ചയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. അതേസമയം ആദായനികുതി വകുപ്പിൽ നിന്നും സമ്മർദ്ദങ്ങളൊന്നും റോയ് നേരിട്ടിരുന്നില്ല എന്നാണ് വകുപ്പ് വിശദീകരിക്കുന്നത്. അറസ്റ്റ് ഭയന്നു എന്ന വാദവും നിലനിൽക്കില്ല. ഇൻകം ടാക്സിന് അറസ്റ്റ് അധികാരമില്ലാത്ത ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ റോയ്ക്ക് കൂടുതൽ സമയം ലഭിക്കാനും സാധ്യതയുണ്ട്. ബംഗളൂരുവിലും ദുബായിലുമെല്ലാം ആഡംബര ജീവിതമായിരുന്നു റോയിയുടേത്. കാസിനോ പോലെ മലയാളത്തിലും കന്നഡയിലും ചില സിനിമകളുടെ നിർമ്മാതാവും TV ഷോകളുടെ സ്പോൺസറുമൊക്കെയായിരുന്നു. ദുബായിലും മറ്റും അദ്ദേഹത്തിൻ്റെ വിരുന്നുകളും ആഡംബരവും ആഘോഷമൊക്കെ കൊണ്ട് പ്രശസ്തമായിരുന്നു. മികച്ച ഓഡിറ്റിങ്ങും സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പ്രൊഫഷണലായ CFOയും ഉണ്ടായിരുന്നെങ്കിൽ ദുരന്തമുണ്ടാവില്ല എന്ന് പറയുന്നവരുമുണ്ട്. എങ്കിലും സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്തായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രശ്നങ്ങളെന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്.